മാത്രമല്ല നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നതാണ് മെയിനായിട്ട്. നമുക്ക് കൂടെയുള്ളവരുടെ സപ്പോർട്ട്, നമുക്ക് ഈ ഒരു കളക്റ്റീവ് എൻവയോൺമെൻ്റ് ആണ് നമുക്കിവിടെ മെയിനായിട്ട് ഓഫ്ലൈൻ ക്ലാസ് വരുന്നത്. വളരെ അവർക്ക് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കാരണം അത് അപ്രോച്ചബിൾ ആകുമ്പോൾ തന്നെ നമുക്ക് നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. പക്ഷേ ഇവിടുത്തെ ഒരു ടീച്ചിങ് അപ്രോച്ചസും അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ടുള്ളൊരു മെത്തഡോളജിയും എല്ലാം നമുക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കിട്ടുന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ പകുതിയോളം നമ്മൾ ക്രാക്കായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാറ്. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് 2025 ജൂൺ സൈക്കിളിൽ സൈക്കോളജി സബ്ജക്റ്റിൽ നെറ്റ് ക്വാളിഫൈ ചെയ്ത ഓസ്റ്റിനാണ്. സ്വാഗതം ഓസ്റ്റിൻ. താങ്ക് യു സർ. എവിടെയാണ് പഠിച്ചത്, അതുപോലെ PG ഏത് ഇയർ ആയിരുന്നു, നെറ്റ് എക്സാം എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു എന്നിങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊന്ന് പറയാം. സാർ, ഞാൻ എൻ്റെ PG കംപ്ലീറ്റ് ചെയ്തത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിൽ നിന്നാണ്. MSc ക്ലിനിക്കൽ സൈക്കോളജി ആയിരുന്നു എൻ്റെ സ്പെഷ്യലൈസേഷൻ. അത് കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ PG കംപ്ലീറ്റ് ആയതേ ഉള്ളൂ. എൻ്റെ മാസ്റ്റേഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി ഞാൻ വന്നതേ ഉള്ളൂ. ഇതിൻ്റെ രണ്ടാമത്തെ നെറ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ ഡിസംബറിൽ ഒന്ന് അറ്റൻഡ് ചെയ്തായിരുന്നു. അതിലെനിക്ക് PhD ക്വാളിഫിക്കേഷൻ വന്നായിരുന്നു. അപ്പോൾ അതിനുശേഷം അതിൽ നിന്നൊരു മോട്ടിവേഷൻ കണ്ടെത്തിയാണ് ഞാനിപ്പോൾ ജൂണിൽ ഇവിടെ ചേർന്നതും ഇങ്ങനൊരു അച്ചീവ്മെന്റ് കിട്ടിയത്. എക്സലന്റ്. അപ്പോൾ ഒരു പടിപടിയായിട്ടുള്ള PhD ഓൺലി, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള പ്രോഗ്രഷൻ. അടുത്ത 6 മാസം കഴിയുമ്പോൾ JRF ആണ്. ഒരു ഇന്റർവ്യൂ കൂടി നമുക്ക് തരണം. അതിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്തൊക്കെയായിരുന്നു ഈ ആദ്യ അറ്റംപ്റ്റും രണ്ടാമത്തെ അറ്റംപ്റ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ആദ്യ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു ഫെമിലറൈസ് ചെയ്യാനാണ്. ഞാൻ സ്വാഭാവികമായിട്ട് എല്ലാ എക്സാംസും ഞാൻ അങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ആ ഒരു എക്സാമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് എക്സാം എഴുതും. അപ്പോൾ ആദ്യ എക്സാം ഞാൻ അങ്ങനെയാണ് കണ്ടിരുന്നത്. കാരണം ഞാൻ അന്ന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ലായിരുന്നു. കാരണം നമുക്ക് ഇത് എക്സാം എങ്ങനെയാണെന്നൊന്ന് അറിയണം. അപ്പോൾ നമുക്ക് അടുത്ത തവണ അതിനകത്ത് എന്തൊക്കെ വേണമെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് മെയിനായിട്ട് ഞാൻ വർക്ക് ചെയ്യായിരുന്നു. കുതിരവട്ടത്തെ GMHC കുതിരവട്ടം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം ആ ടൈമിൽ വർക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി എക്സാം എഴുതിയത്. ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആയതുകൊണ്ട് വർക്ക് കഴിഞ്ഞിട്ട് എക്സാം എഴുതുന്നത്. അപ്പോൾ അത്രത്തോളം ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു PhD ഓൺലി ക്വാളിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൽ നിന്നൊരു നമുക്കൊരു പ്രോഗ്രസ് കണ്ടെത്താൻ സാധിക്കുമെന്നൊരു വിശ്വാസം വന്നു. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളിവിടെ ഒരു I+ എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി എൻ്റെ ഒരു ഫ്രണ്ട് വഴി നമ്മൾ അറിയുകയും ഇങ്ങോട്ട് വന്ന് നമുക്ക് ഇതിൽ വഴി നെറ്റിലേക്ക് എത്തിയിരുന്നു. ഓക്കെ. ആ ഒരു PGക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വെച്ച ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് നമുക്ക് ആ ഒരു സിലബസ് ബേസ്ഡ് നമ്മളൊന്ന് എഴുതി നോക്കി. ശരിക്കും ഇത് വെരി മച്ച് പോസിബിൾ ആണല്ലേ? നമുക്കൊരു I+നോടൊപ്പം ഓഫ്ലൈൻ ആയിട്ട് വന്നു തുടങ്ങിയത് ലാസ്റ്റ് ഒരു 1.5 months ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു അല്ലെ? ഹോസ്റ്റൽ ക്ലാസ്സിൽ എനിക്ക് ഓർമ്മയുണ്ട്. കുറച്ച് ക്ലാസ്സുകളെ നമ്മൾ ഒരുമിച്ച് കിട്ടിയിട്ടുള്ളൂ. കാരണം MSc കഴിഞ്ഞ പാടെ ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു. കാരണം MSc നമുക്ക് മെയിലാണ് കഴിഞ്ഞ് മെയിലിൽ തന്നെ ഞാൻ ഇങ്ങോട്ട് പോരുകയും. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ വരുത്തിയ 1-2 മിസ്റ്റേക്കുകളും അതെങ്ങനെ റിക്കവർ ചെയ്തു എന്നുള്ളത് പറയാം. ഓസ്റ്റിന് തോന്നിയിട്ടുള്ള എന്നാൽ അത് തിരുത്താൻ ഓപ്പർച്യൂണിറ്റി ലഭിച്ച കാര്യങ്ങൾ. പ്രിപ്പറേഷനിൽ മെയിനായിട്ട് എൻ്റെ ഭാഗത്ത് വന്ന് വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MSc കഴിഞ്ഞ പാടെ നമുക്ക് വലിയൊരു ബർഡൻ നമ്മൾ കഴിഞ്ഞൊരു ഫീലിങ്സ് ആയിരുന്നു. കാരണം നമുക്ക് വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള 2 വർഷങ്ങളാണ്. കാരണം നമുക്ക് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസും എക്സാംസും എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് വളരെ ടെൻഷനും ഹെക്റ്റിക് ആയിരുന്നു, സ്ട്രെസ്ഫുൾ ആയിരുന്നു ആ ഒരു. തീർച്ചയായിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്രേക്ക് എടുക്കാമെന്നുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് വരും. അപ്പോൾ I+ വന്നപ്പോൾ നമ്മൾ ആദ്യത്തെ നമുക്കൊരു 1 വീക്ക് അല്ലെങ്കിൽ 1.5 വീക്ക് നമുക്ക് ആ ഒരു ഇതുണ്ടാവും. കാരണം ബാക്കിയുള്ളവരുടെ കൂടെ എത്തുന്നുമില്ല. നമുക്കപ്പോൾ ഓവർ പ്രഷർ ചെയ്യാനും വയ്യ. കാരണം നമുക്കിത് കഴിഞ്ഞുകൊണ്ട് നമുക്കൊരു മെൻ്റൽ റിലീഫിന് വേണ്ടി നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ബാക്കൗട്ട് ചെയ്യും നമ്മൾ. പക്ഷേ അത് ഒരു 2 വീക്ക് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കത് പോസിബിൾ ആവുന്നുണ്ട്. കാരണം നമുക്ക് കുറേയൊക്കെ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. റിവിഷൻ വരുമ്പോഴും നമുക്ക് അവരുടെ ഒപ്പം തന്നെ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് അമെൻഡ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. തീർച്ചയായിട്ടും. ഈ പോരായ്മകൾ അക്സെപ്റ്റ് ചെയ്യുന്ന തിരുത്തുന്നതാണ് ഒരു വിജയിയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ലക്ഷണം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. സൈക്കോളജി പഠിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ഓസ്റ്റിന്റെ എക്സ്പീരിയൻസിൽ നെറ്റിന് തയ്യാറെടുക്കുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയകൾ എന്തൊക്കെയാണ്? ഫോക്കസ് ചെയ്യേണ്ട ഏരിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു മെൻറ്റാലിറ്റിയാണ് നമുക്ക് കാണുന്നത്. പരീക്ഷനുള്ള അപ്രോച്ചുകൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാലും നമുക്ക് കിട്ടുന്നുള്ള ഒരു ചെറിയൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ നമുക്കൊരു 50% നമുക്ക് പോസിബിലിറ്റി ആയിട്ടുണ്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള. മാത്രമല്ല നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നതാണ് മെയിനായിട്ട്. നമുക്ക് കൂടെയുള്ളവരുടെ ഒരു സപ്പോർട്ട്, നമുക്ക് ഈ ഒരു കളക്റ്റീവ് എൻവയോൺമെൻ്റ് ആണ് നമുക്കിവിടെ മെയിനായിട്ട് ഓഫ്ലൈൻ ക്ലാസ് വരുമ്പോൾ. ഈ കളക്റ്റീവ് എൻവയോൺമെൻറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രസ് വരുമ്പോൾ കളക്റ്റീവായിട്ട് തന്നെ ആയിരിക്കും, ഇൻഡിവിജ്വൽ പ്രോഗ്രസ് ആയിരിക്കില്ല.
ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു ബെനിഫിഷ്യലാണ് നമുക്ക് ഇങ്ങനെ ഒരു രീതിയിൽ നെറ്റ് അപ്രോച്ച് ചെയ്യുന്നതും. പിന്നെ മാത്രമല്ല എക്സാം ടൈമിൽ നമുക്ക് ഭയങ്കര പ്രഷറൈസ് ആവാറുണ്ട് ആൾക്കാർ. ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ആവുന്നതിൽ നമുക്ക് വലിയ കാര്യപ്പെട്ട രീതിയിലുള്ളൊരു ബെനിഫിഷ്യൽ ഇല്ല. നമുക്ക് ഒരു ഒപ്റ്റിമം ലെവൽ നമുക്ക് എന്താ വേണ്ടത് ആ ഒരു നമുക്ക് പരീക്ഷ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്ന് അറിയില്ലെങ്കിൽ അടുത്തത് അറിയാം എന്നുള്ളൊരു വിശ്വാസം വരുത്തുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ കുറേയൊക്കെ നമുക്ക്. പേപ്പർ 2 ഏത് യൂണിറ്റാ ഫോക്കസ് ചെയ്ത് പഠിച്ചത്? 10 യൂണിറ്റുകൾക്ക് ഒരേ വെയിറ്റേജ് ആണോ കൊടുത്തത്, അതോ ചില യൂണിറ്റുകൾ ഇപ്പം PG ഉള്ള വർക്ക് എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരുന്നു, പ്രാക്ടിക്കലായിട്ട് ചെയ്തല്ലോ, അപ്പൊ അതൊക്കെ പരീക്ഷയിൽ ഹെൽപ്ഫുൾ ആയത് എങ്ങനെയാണ്? പരീക്ഷയിൽ ഹെൽപ്ഫുൾ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ PGക്ക് നമ്മുടെ റിസർച്ച്, അതുപോലെ തന്നെ അബ്നോർമൽ സൈക്കോളജി, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത്. കാരണം ഡിസീസസും റിസർച്ചൊക്കെ നമുക്ക് നമ്മുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോഷ്യൽ സൈക്കോളജി എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് സൈക്കോളജി ആ ഒരു രീതിയിൽ എനിക്ക് വളരെ ബെനിഫിഷ്യൽ ആയിരുന്നു പേപ്പർ 2. കാരണം നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ് ഇറങ്ങിയതുള്ളൂ, സിലബസ് നമ്മുടെ മൈൻഡിലുണ്ട് എല്ലാം. അപ്പോൾ അത് നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് പോപ്പ് ചെയ്ത് വരും. അത് കാരണം നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്കൊരു ഐഡിയ അതിൽ ബന്ധമായിട്ട് വരും. ആ ഒരു ഇതുണ്ട്. പലപ്പോഴും ഞാനും കുട്ടികളുടെ അടുത്ത് കോളേജിലൊക്കെ സെഷൻസ് എടുക്കാൻ ചെല്ലുമ്പോൾ പറയും, അവര് ആ സമയത്ത് അത് പലപ്പോഴും ചിലർ ഉൾക്കൊള്ളില്ല എങ്കിൽ പോലും PG ആണ് അല്ലെങ്കിൽ PG കഴിഞ്ഞിട്ടുള്ള ഏതാനും മാസങ്ങളാ നെറ്റിലേക്കും JRFലേക്കും പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ അത് നേടിയെടുക്കാനുള്ള ഏറ്റവും നല്ല ടൈം എന്നല്ലേ ഓസ്റ്റിനും സെയിം ഒപ്പീനിയൻ ഷെയർ ചെയ്യുന്നു മനസ്സിലാക്കാൻ പറ്റും. സത്യമാണ്. കാരണം നമുക്ക് ഒരു പേപ്പർ നമുക്ക് അങ്ങനെ ഒരു ബേർഡൻ കുറേയൊക്കെ കുറഞ്ഞു കിട്ടുകയാണ്. നമുക്കൊരു ബ്രേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ കോപ്പ് ചെയ്യുമ്പോൾ 2 പേപ്പർ നമ്മൾ ഒരേപോലെ ഫോക്കസ് പഠിക്കേണ്ടി വരും. ഓർമ്മകൾ ഇങ്ങനെ കുറഞ്ഞു വരുന്നതിൻ്റെ വരും. പിന്നെ റിട്ടൻഷൻ കുറയും. നമുക്ക് പ്രോഗ്രസ് ടൈം കൂടുന്നതനുസരിച്ച് റിട്ടൻഷൻ നമുക്ക് കുറയുന്നു. സൈക്കോളജി പഠിച്ച ആളെന്നുള്ള നിലയിൽ മെമ്മറി പറ്റിയിട്ടും ഒക്കെ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടല്ലോ. അപ്പോൾ ഈ ജേർണിയിൽ I+ എങ്ങനെ ഹെൽപ്പ് ചെയ്ത്? നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഓഫ്ലൈനിൽ എല്ലാവരും പറയുന്ന കൂട്ടായ്മയുടെ ഒരു വിജയം എന്നുള്ളത്, അതോടൊപ്പം നമ്മുടെ ടീച്ചിങ് മെത്തഡോളജി ആയാലും ക്ലാസ് റൂമിലെ സൗകര്യങ്ങളായാലും എങ്ങനെയുണ്ടായിരുന്നു? ഓസ്റ്റിനെ എത്രത്തോളം അത് ഹെൽപ്പ് ചെയ്തു? ഞാൻ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വന്നപ്പോൾ ടൈം ഞാൻ കുറച്ചൊക്കെ ബാക്കൗട്ട് ചെയ്തു. കാരണം നമുക്ക് ടൈം കുറവാണ്, ആ രീതിയിൽ നിൽക്കുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു ടീച്ചിങ് അപ്രോച്ചസും അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ടുള്ളൊരു മെത്തഡോളജിയും എല്ലാം നമുക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ടീച്ചേഴ്സ് വളരെ ഇൻട്രാക്റ്റീവാണ്. നമുക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ അവർ എത്ര തവണ വേണമെങ്കിൽ പറഞ്ഞു തരും. പിന്നെ നമുക്ക് അപ്രോച്ചബിൾ ആണ് എപ്പോഴും. നമുക്ക് ഇന്ന ടൈമൊന്നുമില്ല. നമുക്ക് വേണ്ടി അവർ വേണമെങ്കിൽ ഒരു അരമണിക്കൂർ കൂടുതൽ എടുക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ, അവർക്ക് വീട്ടിൽ പോകുന്നുണ്ട്. പക്ഷെ അവർ ഭയങ്കര സാക്രിഫിഷ്യലായും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി നമുക്ക് ചോദിക്കാനുള്ളൊരു കറേജ് നമുക്ക് വരുന്നുണ്ട്. ആ ഒരു ചോദ്യങ്ങൾ ചോദിക്കാനുള്ള എൻവയോൺമെന്റ് ഉണ്ടായിരുന്നു. ഇനി ഈ പ്രിപ്പറേഷൻ ജേർണിയിലുള്ള വിദ്യാർത്ഥികളോട് ഇപ്പോൾ ഓസ്റ്റിൻ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ, ഇത് പറ്റും എന്നുള്ള വിശ്വാസം മുന്നിൽ നിർത്തി പഠിച്ച് വിജയിച്ച ഒരാളാണ്. ഇനി തയ്യാറെടുക്കുന്ന കോൺഫിഡൻസ് കുറവുള്ള അല്ലെങ്കിൽ ഇത് വേണോ എന്നൊക്കെ ചിന്തിക്കുന്ന കുറെ പേര് ഉറപ്പായിട്ടും ഉണ്ടാവും, നമ്മുടെ ഈ സെഷൻ കാണുന്നുണ്ടാവും. അവർക്ക് കൊടുക്കാനുള്ളൊരു മോട്ടിവേഷൻ എന്താ, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് കുട്ടികളോട് ഒന്ന് പറയാം? പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ടൈം എടുക്കുന്ന എത്രത്തോളം ടൈം എടുക്കുന്നു എന്നുള്ളത്, നമ്മൾ എങ്ങനെ ടൈം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു ഹാഫ് ആൻ അവർ നമ്മളിപ്പോൾ ഒരു ടോപ്പിക്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളതിനെ അല്ലെങ്കിൽ അറ്റൻഷൻ കൊടുത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് അവിടെ നമ്മൾ മെമ്മറി കിടക്കും. കാരണം നമ്മൾ എങ്ങനെ നമ്മൾ മറന്നു പോകാൻ സാധ്യത കുറവുള്ളൊരു കാര്യമാണത്. കാരണം നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് അത് വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഒരു ചെറിയൊരു രീതിയിൽ പോസിറ്റീവ് ആയിരിക്കണം നമ്മളെപ്പോഴും. കാരണം നമ്മുടെ ഒരു എക്സാം നമുക്ക് മുമ്പിൽ നല്ലതേ നമുക്ക് വരുത്തുള്ളൂ. ഇപ്പം നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കും നമ്മുടെ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു അവസരമായിട്ടും കൂടി അത് കണക്കാക്കാം. ഇപ്പം കിട്ടുന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ പകുതിയോളം നമ്മൾ ക്രാക്കായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാനുള്ളത്. പിന്നെ നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഡെസ്പാവാതിരിക്കുക. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ മൈൻഡിലേക്ക് അത് വന്നിരിക്കും. അപ്പോൾ നമ്മൾ ആ ടെൻഷൻ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്തുള്ള സ്ട്രെസ്ഫുൾ അപ്രോച്ച് കൊണ്ട് നമ്മളത് കളഞ്ഞു വിളിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഓസ്റ്റിൻ. ഇത്രയും സമയം നമുക്കായിട്ട് ചിലവഴിച്ചതിന്. കോഴിക്കോട് നിന്ന് യാത്ര ചെയ്ത് വന്നതാണ്. മുന്നോട്ടും കരിയറിലേക്ക് പ്രവേശിക്കുകയാണ്. ജോലി ചെയ്യുന്നതിലായാലും പഠനത്തിൽ JRF എന്നുള്ള സ്വപ്നത്തിലായാലും ഒക്കെ നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു.